Hi, dear students. കോഹൻസ് ഡി എന്താണെന്ന് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക കൂടിയാണ്. വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാം. കോഹൻസ് ഡി നമ്മൾ ഇഫക്റ്റ് സൈസ് ക്വാണ്ടിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ഡിഫറൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ടി ടെസ്റ്റ് വെച്ച് കിട്ടും. പക്ഷേ ഈ കോഹൻസ് ഡി വെച്ച് നമുക്ക് പറയാൻ പറ്റുക ഇത് പ്രാക്ടിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ഓഫ് ടു ഗ്രൂപ്പ്സ് ഡിവൈഡഡ് ബൈ ദ പൂൾഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഗ്രൂപ്പ് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. ദെൻ ഇത് പെയ്ഡ് സാമ്പിളിനും ചെയ്യാം, ഇൻഡിപെൻഡൻറ്റ് സാമ്പിളിനും മാത്രമല്ല പെയ്ഡ് സാമ്പിളിന് ഫോർമുല വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പക്ഷേ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഫോർമുല ഇൻഡിപെൻഡൻറ്റ് സാമ്പിളിൻ്റെയാണ്. M1 M2 എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പിൻ്റെ മീനാണ്. താഴെ പൂൾഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പൂൾഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്ഡ് ആവറേജ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബോത്ത് ഗ്രൂപ്പ് എന്ന രീതിയിലാണ് അത് കാണുക. ഓക്കെ, നമ്മളിപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാനില്ലല്ലോ. പിന്നെ എപ്പോഴാണത് ഉപയോഗിക്കുക? രണ്ട് ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സാമ്പിളാണ്, പക്ഷേ പെയ്ഡ് സാമ്പിളിന് ചെയ്യാം. പക്ഷേ അതിന് ഫോർമുല അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജമോബിയോ SPSO ഫോർമുല മാറ്റിക്കോളാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വറീഡ് ആവണ്ട. ട്രീറ്റ്മെൻറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പാണ്. എക്സ്പെരിമെൻറ്റ് നോൺ എക്സ്പെരിമെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പാണ്. മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞാലും ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെയൊക്കെ ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സാണ് വരുന്നത്. പക്ഷേ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പെയ്ഡ് ഗ്രൂപ്പ് ആവും. അപ്പോൾ ഡിപെൻഡൻറ്റ് സാമ്പിൾ ആവും. അപ്പോൾ അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് കോഹൻസ് ഡീൻ്റെ, പക്ഷേ വേറൊരു ഫോർമുലയൊന്നും മാത്രമേ ഉള്ളൂ. വാല്യൂവിൻ്റെ ഇൻ്റർപ്രിറ്റേഷനൊക്കെ സെയിം തന്നെയാണ്. ദെൻ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഡിഫറൻസ് രണ്ട് ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് പ്രാക്ടിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് അറിയാനുള്ള ഒരു മെത്തേഡ് എന്നുള്ള രീതി കണ്ടാൽ മതി. ദെൻ പി വാല്യൂ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഞാനിനി ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകണേയുള്ളൂ. നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാം. ദെൻ അതിൻ്റെ സൈസിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് കൂടി പറഞ്ഞാൽ മതി. അത് ബാക്കി കാര്യങ്ങൾ ആവും, നമുക്ക് പറയാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആവും. ദെൻ ഇതും നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ദെൻ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, കോഹൻസ് ഡി ചെയ്യുക? പക്ഷേ ഇത് മാനുവലി ചെയ്യേണ്ട സ്റ്റെപ്പാണ് പറയുന്നത്. മീൻ ഓഫ് ടു ഗ്രൂപ്പ് കാണാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഈച്ച് ഗ്രൂപ്പ് കാണാം, ദെൻ പൂൾഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, പിന്നെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട, SPSS അത് ചെയ്തോളൂ. ദെൻ അതിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ ഇതാണ്. ഒരു 0 മുതൽ 0.2 വരേക്കുള്ള സ്മോൾ ഇഫക്റ്റ് എന്ന് പറയും. സ്മോൾ ഇഫക്റ്റ് ഒരു നിയർലി 0.5 ഒക്കെ കോഹൻസ് ഡി കിട്ടുകയാണെങ്കിൽ ഒരു മീഡിയം ഇഫക്റ്റ്, ഒരു മോഡറേറ്റ് ഇഫക്റ്റ്. ദെൻ ലാർജ് ഇഫക്റ്റ് കിട്ടണമെങ്കിൽ 0.8 എബവ് കിട്ടണം. അപ്പോൾ ഹയർ കോഹൻസ് ഡി കിട്ടുകയാണ് എപ്പോഴും പ്രാക്ടിക്കലി നല്ലത്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് കോഹൻസ് ഡി ഹയർ ആണെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വായിക്കാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടുത്ത തുടർച്ചയായിട്ട് പറയാൻ പോകുന്നത് ജമോബിയിൽ എങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മാത്തമാറ്റിക്സ് കമ്പയർ ചെയ്യുന്നത് കോഹൻസ് ഡി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടാലും മതി. ഓക്കെ, ജസ്റ്റ് പാസ് ചെയ്യാം. ഇതിൻ്റെ യൂസസ് ഒന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ യൂസുകളൊക്കെ ഉണ്ട്. ഇത് കൂടാതെ നമുക്കിപ്പോൾ ഒരു ഡിഫറൻറ്റ് ടൂൾസ് ഉപയോഗിച്ചിട്ടുള്ള ഒരേ കാര്യം അസസ് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ഇഫക്റ്റ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ഉപയോഗങ്ങൾ കൂടി ഉണ്ട്. ഓക്കെ, ഇതിന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. താങ്ക് യു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കോഹൻസ് ഡി എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, ഇഫക്റ്റ് സൈസ് കാണുന്ന ഒരു സോഫ്റ്റ്വെയർ എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ഇപ്പോൾ ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് മനസ്സിലാവും. സീരിയൽ നമ്പർ, ജെൻഡർ, ലൊക്കാലിറ്റി, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മാത്തമാറ്റിക്സ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഇൻ മാത്തമാറ്റിക്സ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇതിൽ ജെൻഡർ വൈസ് വ്യത്യാസമുണ്ടോ, മെയിൽ ഫീമെയിൽ വ്യത്യാസമുണ്ടോ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മാത്തമാറ്റിക്സിൽ, ഇത് അറിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മുടെ ഈ ഡാറ്റ അനലൈസിന് വിധേയമാക്കുന്നത്. അപ്പോൾ ഡാറ്റ നിങ്ങൾക്കിവിടെ കാണാം. നമുക്ക് ഈ ഡാറ്റയുടെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുന്നു. ഇതിൽ ലൊക്കാലിറ്റി ഉണ്ട്, ജെൻഡർ ഉണ്ട്. ലൊക്കാലിറ്റി രണ്ട് തരത്തിലുള്ളൂ, റൂറൽ അർബൻ. ജെൻഡർ രണ്ട് രീതിയിലുള്ളൂ, മെയിൽ ഫീമെയിൽ. ദെൻ ഇതിൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മാത്തമാറ്റിക്സ് പറയുന്ന ഒരു ഡാറ്റയുണ്ട്, അച്ചീവ്മെൻറ്റ് ഇൻ മാത്തമാറ്റിക്സ് പറയുന്ന ഒരു ഡാറ്റയുണ്ട്. ഇത്രയാണ് അതിലുള്ള ഡാറ്റ. ഈ ഡാറ്റയെ നമ്മൾ അനലൈസിന് വേണ്ടിയിട്ട്
അപ്പോൾ ഇത് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ റിഗാർഡിംഗ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് മാത്തമാറ്റിക്സ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഇൻ മാത്തമാറ്റിക്സ് കാണുന്നു എന്ന് വിചാരിക്കുക, രണ്ടും കാണാം. അപ്പോൾ അതിൽ ഇഫക്റ്റ് സൈസ് കോഹൻസ് ഡി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് അതിന് ഇൻ്റർപ്രിറ്റേഷൻ എഴുതാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു വേർഡ് ഫയൽ തുറന്നു വയ്ക്കാം. ആ വേർഡ് ഫയലിൽ നമുക്ക് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുകയും ചെയ്യാം. അപ്പോൾ അത് എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഞാനൊരു വേർഡ് ഫയൽ കൂടി തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ജമോവി ഓപ്പൺ ചെയ്യുന്നു. ജമോവിയിലേക്ക് ആ ഡാറ്റ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഡാറ്റയാണ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി നേരെ അനാലിസിലേക്ക് പോകാം. സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് കാണാൻ വേണ്ടി ടി ടെസ്റ്റിലാണ് പോവുക. ഇത് ഇൻഡിപെൻഡൻറ്റ് സാമ്പിളാണ്, മെയിൽ ഫീമെയിൽ, ഇൻഡിപെൻഡൻ്റ് ആണ്, റൂറൽ അർബൻ, ഇൻഡിപെൻഡൻറ്റ് സാമ്പിളാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ മാത്രം, ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് മാത്തമാറ്റിക്സ് എന്നുള്ള ഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ ജെൻഡർ എന്ന് പറയുന്ന ഗ്രൂപ്പിംഗ് വേരിയബിൾ വെച്ച് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ നോക്കുന്നു. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. കിട്ടിയ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. 2.936 ആണ് വാല്യൂ. ദെൻ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് എൻ എറർ ഈസ് ലെസ് ദാൻ 0.05. സോ ദർ ഈസ് എക്സിസ്റ്റ് എ ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ്സ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആർക്കാ കൂടുതൽ ആർക്കാ കുറവെന്നുള്ളത് അറിയാൻ പറ്റും. ഒന്ന് നോക്കട്ടെ. ഫീമെയിലിന് മീൻ സ്കോർ 190 ഉണ്ട്, മെയിലിന് 180 ഉണ്ട്. ഓക്കെ, അപ്പോൾ ദർ ഇസ് എക്സിസ്റ്റ് ഡിഫറൻസ്. വെദർ ദിസ് ഡിഫറൻസ് ഈസ് പ്രാക്ടിക്കലി സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കലി ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. വെദർ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി സിഗ്നിഫിക്കൻറ്റ്, അതിനാണ് കോഹൻസ് ഡി. കോഹൻസ് ഡിയിൽ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസിൻ്റെ ഡിഫറൻസ് ആണ്. അതിൻ്റെ ഫോർമുല ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ കോഹൻസ് ഡി നമുക്ക് ഒന്ന് നോക്കുന്നു. അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മൾ ഇഫക്റ്റ് സൈസ് എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ പോവാണ്. ഇഫക്റ്റ് സൈസ് കോൺഫിഡൻസ് ഇൻ്റർവെൽ 95% ലെവൽ ഇരുന്നോട്ടെ. അപ്പോൾ ഇഫക്റ്റ് സൈസ് കോൺഫിഡൻസ് കോഹൻസ് ഡി വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. കോഹൻസ് ഡി ഇഫക്റ്റ് സൈസ് വാല്യൂ 0.42670 ആണ്. ദെൻ ലോവർ. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ള ഡാറ്റയായി. ഇനി നമ്മൾ ആകെ ചെയ്യാൻ പോകുന്നത് ഈ ഡാറ്റയെ നമ്മൾ കോപ്പി ചെയ്ത് നമുക്ക് അത് ഒരു വേർഡ് ഫയലിൽ, ഞാനൊരു ബ്ലാങ്ക് വേർഡ് ഫയൽ തുറന്നോട്ടെ. ഈ ബ്ലാങ്ക് ഫയൽ വേർഡ് ഫയൽ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ആവശ്യമുള്ള ഡാറ്റ ഇവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ്സ് കൂടി ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ പറയാം. ഇത് ആക്ച്വലി നമുക്ക് ഈ രണ്ട് ടേബിൾ കൂടി ക്ലബ് ചെയ്തിട്ട് ഒന്നാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ നേരെ പറയുന്നില്ല. ഞാൻ നേരെ വേർഡ് ഫയലിൽ ഈ രണ്ട് റിസൾട്ടും പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ നോക്കാം. എന്താണ് ഇൻ്റർപ്രിറ്റേഷൻ പറയാനുള്ളത്? ആസ് ദ ഒബ്റ്റൈൻഡ് ടി വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1.96 or as the probability of committing an error is less than 0.05, there exists a significant difference between females and males attitude towards mathematics. ഇതാണ് നമുക്ക് അവിടെ എഴുതാൻ കഴിയുന്ന ഒരു ഇൻ്റർപ്രിറ്റേഷൻ. അവിടെ അവരുടെ മീൻ സ്കോർ കൂടി വയ്ക്കാം. ദ മീൻ സ്കോർ ഓഫ് ഫീമെയിൽ ഈസ് 190 ആൻഡ് മെയിൽ ഈസ് 180. ഇനി നമുക്ക് കോഹൻസ് ഡി കൂടി വെച്ചിട്ട് അതിൻ്റെ ഇഫക്റ്റ് സൈസ് പറയാം. ആസ് ദ ഒബ്റ്റൈൻഡ് കോഹൻസ് ഡി ഇഫക്റ്റ് സൈസ് വാല്യൂ ഈസ് 0.4, the effect is moderate. Actually, if the value is greater than 0.8, the highly effective, and if the value is nearly 0.5, moderate effect. If it is nearer to 0.2, a lower effect. Okay, so ഇതൊരു നല്ല ഇഫക്റ്റ് ആണെന്ന് പറഞ്ഞുകൂടാ, ഭയങ്കരമായിട്ടുള്ള ഒരു ഹയർ ഇഫക്റ്റ് ആണെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഇത് മോഡറേറ്റിൻ്റെ കുറച്ച് താഴെയായിട്ട് നിൽക്കുന്ന ഒരു ഇഫക്റ്റാണ് ഈ കോഹൻസ് ഡി വഴി ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ പറയാനുള്ളത്. ഓക്കെ, മനസ്സിലായി.